ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് സാറ്റർഡേ ആണേ. ഇന്ന് വലിയ കാര്യമായ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. വീക്കെൻഡ് ആണല്ലോ, സ്കൂളിലൊന്നും പോകണ്ട. അതുകൊണ്ട് തന്നെ കണ്ടില്ലേ, രാവിലെ വന്ന ഉടനെ ജെന്നീനെയും മക്കളെയും കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അവരാണെങ്കിൽ ഇപ്പോൾ പിള്ളേരെ കാണുമ്പോഴത്തേക്ക് ഓടി അടുത്തേക്ക് വരും. പിള്ളേരെന്നൊന്നുമില്ല, ആര് വന്നാലും വരും. പിന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഞാനായതുകൊണ്ട് ഒരു പ്രത്യേക സ്നേഹം എന്നോടുണ്ട് കേട്ടോ. വല്ലപ്പോഴും വീണ് കിട്ടുന്ന അവധി ദിവസങ്ങളും ഈ വീക്കെൻഡ് മാത്രമേ നമുക്ക് തിരുമാടി പിടിക്കാൻ പറ്റത്തുള്ളൂ, ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ. അങ്ങനെ ഞാൻ പതുക്കെ ആടി തൂങ്ങി അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്. കാര്യമായ വിഭവമൊന്നുമില്ല. ഇന്ന് ജസ്റ്റ് നൂഡിൽസ് മാത്രമാണ് നമുക്ക് കഴിക്കാനുള്ളത്. എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് ഒരു ചെറിയ നൂഡിൽസ് തട്ടിക്കൂട്ടിയെടുക്കും. കാരണം ഇന്ന് ഇതെല്ലാം കഴിഞ്ഞ് ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഫാബിക്കുട്ടൻ്റെ സ്റ്റിച്ച് എടുക്കുന്ന ദിവസമായിരുന്നു. അതെല്ലാം ഒന്ന് കൊണ്ടുപോയി കാണിച്ച് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് തിരിച്ചു വരാനുള്ളതാണ്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒരു തട്ടിക്കൂട്ടലും ലഞ്ച് പുറത്തൊന്നും ആകാമെന്ന് വിചാരിച്ചു. അത്താഴം മാത്രമേ വീട്ടിൽ ഇന്നുള്ളൂ. നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും സവോള എല്ലാം അരിഞ്ഞു വെച്ചിട്ട് 2 ക്യാരറ്റ് എടുക്കാൻ വേണ്ടി ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് ക്യാരറ്റ് കഥം ഹോഗിയാന്ന് മനസ്സിലായത്. അപ്പോൾ പിന്നെ അതുമില്ല. എന്നാൽ പിന്നെ ഉള്ളത് വെച്ചിട്ടുണ്ടാക്കാമെന്ന് കരുതി വെളുത്തുള്ളിയും സവോള എല്ലാം ഇട്ടൊന്ന് വഴറ്റി അതിനകത്തേക്ക് കുറച്ച് ബട്ടറൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മുടെ മാഗിയുടെ മസാല ഉണ്ടല്ലോ, അതൊരു 3 പാക്കറ്റോളം ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് നൂഡിൽസ് എല്ലാം ഇട്ട് ചൂടുവെള്ളം ഒഴിച്ച് എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുകയോ ചെയ്യാം. ഇന്ന് രാവിലെ നേരത്തെ എണീക്കേണ്ടാത്തതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി തയ്ക്കാനുള്ള 1-2 ചുരിദാറുകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചിരി ലേറ്റ് ആയിട്ടായിരുന്നു പരിപാടികളൊക്കെ തീർത്തത്. അതുകൊണ്ട് തന്നെ കട്ട് പീസും കാര്യങ്ങളും ഒന്നും എടുത്ത് വിളയാൻ പറ്റിയില്ല. നൂഡിൽസ് വേകുന്ന സമയം കൊണ്ട് ഇതെല്ലാം ഒന്ന് അടിച്ചു വാരി കൊട്ടയിലാക്കണം. ഞാനിത് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, ബെഡ് വിരിക്കുക, തലേദിവസം പഠിച്ച ബുക്കുകളും കാര്യങ്ങളും എല്ലാം അടുക്കി പെറുക്കി വെക്കുക, സ്റ്റഡി ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പിള്ളേരെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചു. അതാകുമ്പോഴത്തേക്കും എൻ്റെ പണിയും പെട്ടെന്ന് കഴിയും, ഞങ്ങൾക്ക് പെട്ടെന്ന് പോവുകയും ചെയ്യാം. ഇപ്പോഴത്തെ ക്ലൈമറ്റിനും കാര്യത്തിനൊക്കെ അനുസരിച്ച് ഹോസ്പിറ്റലും അതുപോലെ ബിസിയാണ്. നമ്മൾ ചെന്നാലും എത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് വേഗം പോയേക്കാന്ന് വെച്ചത്. എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ ബെഡ് വിരിയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. ഞാൻ ചായയും കാപ്പിയും ഒക്കെ പതിയെ നിർത്താൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് എനിക്ക് ഈ ഒരു നേരത്തെ ചായ മാത്രം ഒട്ടും നിർത്താൻ പറ്റുന്നില്ല. ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ മാത്രമേ ഒരു ഗ്ലാസ് ചായ ഞാൻ കുടിക്കുന്നത്. അല്ലെങ്കിൽ വല്ലപ്പോഴും വളരെ റെയറായിട്ട് ഒരു ആശ തോന്നുമ്പം, ഒരു മഴയൊക്കെ പെയ്യുന്ന സമയത്താണ് വൈകിട്ടത്തെ എൻ്റെ ചായ കുടി. ഞാൻ ഇവിടെ ചായ ഉണ്ടാക്കി കുടിക്കുന്നില്ല എന്ന് പറഞ്ഞാലും നമ്മളിപ്പോൾ ഒരു വീട്ടിലൊക്കെ പോയി അവരൊരു ഗ്ലാസ് ചായയൊക്കെ തന്നാൽ അവിടെ കുടിക്കാതിരിക്കുമൊന്നുമില്ല കേട്ടോ. അയ്യോ ഞാൻ ചായ കൂടി വൈകുന്നേരം ഇല്ല, അല്ലെങ്കിൽ ഇത്ര മണിക്ക് ഞാൻ ചായ കുടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അവർ തരുന്നത് എന്താണോ അത് കഴിച്ചിട്ട് വരും. ഒന്നുമില്ലെങ്കിലും നമുക്ക് വേണ്ടി അവർ ഇഷ്ടത്തോടെ ഉണ്ടാക്കുന്നൊരു സംഭവമാണല്ലോ, അതൊരിക്കലും നോ എന്ന് പറയാറില്ല. അതുപോലെ ഷുഗറും ചായയിൽ നിന്ന് ഔട്ടായിട്ട് ഏതാണ്ട് 8-9 വർഷമായി. ഞാൻ ഇറ്റലിയിൽ നിന്നൊക്കെ പോരുന്നതിന് മുമ്പേ, വളരെ മുമ്പേ ചായയിൽ നിന്ന് മധുരമൊക്കെ ഒഴിവാക്കിയതാണ്. ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നല്ലോ, പക്ഷെ നമ്മളത് ഇടാതെ ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഇട്ട് ചായ കുടിക്കാൻ ഒട്ടും പറ്റത്തില്ല. ഇതിനിടയ്ക്ക് ഞങ്ങളുടെ കാപ്പുപൊടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി വന്നു. ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം 1-2 ഷോപ്പിൽ കയറാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, കുറച്ച് ലിസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്തു വെച്ചോന്നാണ് ഈ ചെക്ക് ചെയ്ത് നോക്കുന്നത്. മറക്കരുതെന്ന് ഓർത്ത് എഴുതി വെക്കും, പക്ഷേ എഴുതി വെച്ച സാധനം ചിലപ്പോൾ എടുക്കാൻ മറക്കും. അതാണ് അവസ്ഥ. ഇവിടെ നിന്ന് ആദ്യം പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്, മുതലക്കുണ ഹോസ്പിറ്റലിലേക്ക്. അവിടെ ചെന്ന് ഡോക്ടർ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം വന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പാർക്കിംഗ് കിട്ടുന്നില്ല. 1-2 റൗണ്ട് അതിൽ കറങ്ങിയതിന് ശേഷമാണ് ഒരു വണ്ടി ഇറങ്ങിപ്പോയപ്പോൾ അവിടെ വണ്ടി കയറ്റിയിട്ടു. ചില സമയങ്ങളിൽ ഇവിടെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര തിരക്കായിരിക്കും, നമുക്ക് വണ്ടി ഇടാനേ സ്ഥലം കിട്ടത്തില്ല. അപ്പോൾ പിന്നെ റോഡ് സൈഡായി, ചിലപ്പോൾ പള്ളി ഗ്രൗണ്ടിലൊക്കെ കയറ്റിയിടാറുണ്ട്, ഒലക്കുടം പള്ളിയുടെ ഗ്രൗണ്ടിൽ. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി പ്രൊസീജിയർ റൂമിൻ്റെ മുമ്പ് കുറേ നേരം കാത്തിരുന്നു. അങ്ങനെ ഒരു 1.25 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഡോക്ടർ എത്തി നോക്കി കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് സംഭവം അഴിക്കാറായിട്ടില്ല. കാര്യം പറഞ്ഞാൽ 7 ദിവസമായി, പക്ഷെ കുറച്ചുകൂടി ഉണങ്ങാനുണ്ട്. അപ്പോൾ 2 ദിവസം കൂടെ കഴിഞ്ഞ് വന്നേച്ചാൽ മതി എന്ന് പറഞ്ഞു, അതായത് മൺഡേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ വേറൊന്നും ചെയ്യാൻ നിർവാഹമില്ല. മുറിവെല്ലാം വീണ്ടും ഒന്നുകൂടെ ഡ്രസ്സിങ് ഒക്കെ ചെയ്തതിന് ശേഷം മൺഡേ മുതൽ സ്കൂളിൽ പൊയ്ക്കോളാൻ പറഞ്ഞു. ഈ ഒരാഴ്ചയായിട്ട് പോകുന്നില്ലായിരുന്നല്ലോ. അങ്ങനെ അവിടുന്ന് എല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച് പുളിമൂട്ടിൽ വന്നു. കുറച്ച് മെറ്റീരിയൽസ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിന് വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ അതെടുക്കാൻ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ പിള്ളേർക്ക് വിശപ്പൊക്കെ തുടങ്ങി. സ്വാഭാവികം. അമ്മയെങ്ങാനും തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഫുഡ് തന്നാലോ എന്ന് പേടിച്ച് അപ്പോഴേ വിശപ്പാന്ന് പറഞ്ഞു. അവർക്കറിയാം 1-2 സ്ഥലങ്ങളിലും കൂടെ ഷോപ്പിംഗ് ചെയ്യാനുണ്ട്, അമ്മയ്ക്ക് അതൊന്നും കഴിയാതെ വീട്ടിലെത്താൻ പറ്റത്തില്ല എന്ന്. അവിടുന്ന് പിന്നെ നേരെ മലബാർ റെസ്റ്റോറൻറ്റിലേക്ക് പോയി അവിടുന്ന് ഒരു ആൽഫാമൊക്കെ കഴിച്ചു. ഞാൻ ഓർഡർ ചെയ്തില്ല കേട്ടോ, അവരുടെ അതിനകത്തുനിന്ന് കഴിക്കുക ചെയ്തേ. കാരണം അവർക്ക് ഓർഡർ ചെയ്താൽ തന്നെ എനിക്കിവിടെ കഴിക്കാനുള്ളത് കിട്ടും. എന്നിട്ടും ബാലൻസ് വന്നത് പാക്ക് ചെയ്തുകൊണ്ട് പോരുകയാണ് ചെയ്തത്.
പിന്നെ കുറച്ച് ഷോപ്പിംഗ് എന്ന് പറയാനുണ്ടായിരുന്നു. കുറച്ച് നൂലും ലേസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിരുന്നു കേട്ടോ. അതും വാങ്ങിച്ചു. അവസാനം കയറാനുള്ള കടയായിരുന്നു ഫിഷ് മാർക്കറ്റ്, നീരാളി ഫിഷ് മാർക്കറ്റ്, വെങ്ങലൂരുള്ള. അവിടെ കയറി. മീനുകൾക്കൊക്കെ നല്ല വിലയാണ് കേട്ടോ. ട്രോളിങ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല വിലയാണ് മീനിനൊക്കെ. അധികം വിലയും കാര്യങ്ങളൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. അവിടെ വലിയൊരു ബോർഡ് തന്നെ അതിന് വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ബോർഡിൽ പറഞ്ഞിരിക്കുന്ന പല മീനുകളും കിടക്കുന്ന മീനിൽ ഏതാണെന്ന് മാത്രം അവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. ഫാബിക്കുട്ടൻ അവിടെ ഫിഷ് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രധാന ഹോബി എന്ന് പറയുന്നത് അവിടെയുള്ള മീനുകൾക്കൊക്കെ പല്ലുകളുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. ചേട്ടന്മാരോടും ചോദിക്കും, ഈ മീനിന് പല്ലുണ്ടോ, ഒന്ന് കാണിച്ച് തരുമോ എന്നൊക്കെ. അങ്ങനെ ഒരു 3:30-3:45 ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിലെത്തി. ഇതൊക്കെയാണ് കേട്ടോ ഞാൻ പുളിമൂട്ടിയിൽ നിന്ന് വാങ്ങിച്ച മെറ്റീരിയൽസ്. ലൈനിങ് ആണ് കൂടുതലും. അപ്പോൾ ഇന്നത്തെ കഥ പറച്ചിൽ ഇവിടെ അവസാനിക്കുവാണേ. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി കേട്ടോ.